നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എവിടെ പോകുന്നത്? ഇന്ന് നമ്മളൊരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹാംപ്ടൺ വൺ ഡേ സ്റ്റേക്കേഷൻ. ഇന്ന് പോയിട്ട് നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇറങ്ങും. ഒരു റിസോർട്ടാണ്, റാസൽ ഖൈമയിലാണ് റിസോർട്ട്. റിസോർട്ടിന്റെ പേര് ഹാംപ്ടൺ ഹിൽട്ടൺ. ഹിൽട്ടൺ ആണോ ഹാംപ്ടൺ ആണോ? മീൻസ് ഹാംപ്ടണിൽ തന്നെ അത് റിസോർട്ടാണ്, ഹിൽട്ടൺ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ആക്ടിവിറ്റി ഏരിയ ഒക്കെ ഉണ്ട്. ആക്ടിവിറ്റി ഒക്കെ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ നല്ലൊരു ബീച്ചുണ്ട്, അടിപൊളി ഒരു ബീച്ചുണ്ട്. അപ്പം എന്തായാലും സ്ഥലം എന്താണെന്നുള്ള അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം സ്റ്റേ ട്യൂൺ. വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഹോട്ടൽ, അതായത് ഹാംപ്ടൺ ഹോട്ടൽ വന്നു. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. ഇനി നമ്മൾ ഇവിടെ ഇറങ്ങി നമ്മുടെ ലഗേജൊക്കെ ഇറക്കിയിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോകണം.
നമ്മുടെ ലഗേജ് ഇവിടെ തന്നെ ഇവർ തന്നെ കൊണ്ടുപോകും. എന്നിട്ട് നമ്മുടെ റൂമിൽ നമുക്ക് റൂം നമ്പർ എടുത്ത് തന്നിട്ടുണ്ട്. ആ റൂമിലോട്ട് ഇവർ തന്നെ നമുക്ക് കൊണ്ടു തരുന്നതായിരിക്കും. നമ്മൾ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്തിട്ട് റൂമിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ലഗേജ് അവിടെ കിട്ടിയിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ലിഫ്റ്റ് ഇറങ്ങിയിട്ട് റൂമിലോട്ട് പോകാൻ പോവുകയാണ്. ലിഫ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ സൈഡിലായിട്ട് നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ ഇതേ കാണാം, ഈ കടൽ കിടക്കുന്നുണ്ടോ. നമുക്ക് റൂമിലോട്ട് പോവാം. നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഇവിടെ നല്ല അടിപൊളി ഒരു വെൽക്കം നോട്ട് വിത്ത് നല്ല അടിപൊളി സ്വീറ്റ്, അതായത് കേക്കും പേസ്ട്രീസും കുക്കിയും പിന്നെ ആപ്പിളും അങ്ങനെ നമ്മൾ വെൽക്കം ചെയ്തിട്ടുണ്ട് ഹോട്ടലുകാർ. അപ്പോൾ ഗൈസ് നമ്മൾ ഡോർ തുറക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ബാത്റൂം ഉണ്ട്. അപ്പോൾ ഇവിടെ ഷവർ ചെയ്യാനുള്ള സ്ഥലവും താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ വാർഡ്രോബ് ഉണ്ട്, നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. ഈ സൈഡിൽ കെറ്റിലുണ്ട്, വെള്ളം കോഫി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഫ്രിഡ്ജുണ്ട്, പിന്നെ ചെറിയ മൈക്രോവൻ ഉണ്ട്. സോറി ഗൈസ്, അതൊരു മൈക്രോവൻ അല്ല, അതൊരു ലോക്കറായിരുന്നു. പിന്നെ ഈ റൂമിൽ 2 ബെഡ് വെച്ചിട്ടുണ്ട്. വെളിയിൽ നല്ലൊരു ബാൽക്കണി ഉണ്ട്, നല്ല വ്യൂ ഉണ്ട്, നല്ല കടലിൻ്റെ വ്യൂ വരുന്ന ഒരു ബാൽക്കണി നമുക്ക് ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് വെളിയിൽ 2 കസേര ഒരു ടേബിളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ചായയൊക്കെ ഇരുന്ന് കുടിക്കാം. അങ്ങനെ സുഖമായിട്ട് ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണത്. ഞങ്ങളുടെയും പിന്നെ പപ്പയുടെ മമ്മയുടെയും കണക്റ്റിംഗ് റൂമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ റൂമിന് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് അപ്പുറത്തെ റൂമിൽ, അതായത് ഈ റൂമിലാണ്. ഇത് പപ്പയുടെ മമ്മയുടെ റൂമാണ്, സെയിം റൂം തന്നെയാണ്. ഇനി നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോവാം. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. Take one.
തന്നെ ഇറങ്ങിയ Dadu, get down. Get down. Get down. Daruta, get down. ഇപ്പം ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് ടയർഡായി. സ്വിമ്മിങ് പൂളിൽ കുറേ നേരം ചാടി. അത് കഴിഞ്ഞിട്ട് താഴെ കടലുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് താഴെ ഇറങ്ങി കടലിലും കുറച്ച് നേരം വന്നിരുന്നു. ഇനി ഞങ്ങൾ റൂമിൽ പോയിട്ട് എല്ലാവരും ഒന്ന് ഫ്രഷനപ്പ് ആയിട്ട് വൈകിട്ടത്തേന് ഡിന്നർ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ പുറത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം.
ഉറങ്ങിയതും രാവിലെ ആയതും ഒന്നും അറിഞ്ഞേ ഇല്ല. നല്ല ഉറക്കമായിരുന്നു, നല്ല സുഖമായിട്ട് ഉറങ്ങി. അപ്പം രാവിലെ നല്ല ലേറ്റായി ഞങ്ങൾ. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ 10:30 വരെ ഉള്ളൂ. അപ്പം പോയി ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുവാണ്. ബുഫേ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് താഴെ ഇവിടെ വന്ന് ഇരിക്കുവാണ്. ചെക്കൗട്ടൊക്കെ ചെയ്തു. ഇനി ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്, പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. താഴെ പാർക്കിങ്ങിലാണ് വണ്ടി ഇട്ടേക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും അടുത്ത പുതിയൊരു വ്ളോഗായിട്ട് കാണാം. അതുവരേക്കും ബൈ.